Hello all, biggest NEET comeback study plan for chemistry ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ പഠിച്ച മെത്തേഡുകളും കാര്യം എനിക്ക് ഓർഗാനിക്കലി ഫുൾ മാർക്കാണ് കെമിസ്ട്രി. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നീറ്റ് മോട്ടിവേഷൻ വീഡിയോസ് MBA വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടും. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി പറയാനുള്ളൂ. അടിപൊളി പ്ലാനറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സ്ലൈഡിൽ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പക്ക 5 month പ്ലാൻ വിത്ത് 4 month ക്ലാസ് 1 month റിവിഷൻ. അത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എക്സാംസ് 1 month എക്സാംസ്. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ബിഗ്ഗസ്റ്റ് കംബാക്ക് സ്റ്റഡി പ്ലാൻ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ 6 സ്ലൈഡിലായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെയിലി എങ്ങനെ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ ഡെയിലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി എങ്ങനെ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ ലാസ്റ്റ് 2 month പ്ലാൻ എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ റിവിഷൻ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ടൈമാണ് റിവിഷൻ അടിപൊളിയായിട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. റെഡി. പിന്നെ 4 month പ്ലാൻ ഫോർ ദോസ് ഹു ഡിഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയുള്ള അടിപൊളി 4 month പ്ലാൻ വിത്ത് 1 month എക്സാംസ് അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് മെത്തേഡ് ഫോർ ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ. ഇത് മൂന്നും എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, റെഡി. സോ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബിഗ്ഗസ്റ്റ് നീറ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ് ഇത്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. ഒരുപാട് ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, ഒരുപാട് മോട്ടിവേഷണൽ കണ്ടന്റ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യും. ക്ലിനിക്കൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ്. അടുത്ത് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. 4.7K സബ്സ്ക്രൈബേഴ്സ് യു ക്യാൻ ജോയിൻ. ഒരുപാട് ഷോർട്ട് നോട്ട്, ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിങ്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഹൗ ടു പ്ലാൻ ഡെയിലി. എങ്ങനെ ഡെയിലി പ്ലാൻ ചെയ്യും? ഞാനൊരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കും. ജസ്റ്റ് സൂം ചെയ്ത് തരാം. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ്. അതായത് നിങ്ങൾ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ്. ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഏതൊക്കെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ളത്. ഇപ്പൊ 2 ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് 1 and 2 എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ഏതൊക്കെ സെറ്റ് അത് ജസ്റ്റ് നോക്കണ്ട. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എത്ര ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഏതൊക്കെ ഇനി പഠിച്ചിട്ടും പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടോ എന്നുള്ളത്. ഇത് ഡെയിലിയാണ്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്തത് കാര്യങ്ങൾ നിങ്ങൾ ഇതാക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അതുപോലെ ചെയ്തിട്ടും ഇനിയും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയും പെൻഡിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഡെഫിനറ്റ്ലി ഇവിടെ കൊടുക്കാൻ പറ്റും. പെൻഡിങ് ടോപ്പിക്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ എത്രത്തോളം മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്തു നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ഇത് അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് നിങ്ങളോട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് നീറ്റ് പ്രെപ്പിന്റെ പുതിയൊരു ബാച്ച് പരിചയപ്പെടുത്തരാൻ. ടാർഗറ്റ് 2.0 എന്നാണ് ബാച്ചിന്റെ പേര്. ഇപ്പൊ നീറ്റ് പ്രെപ്പിന്റെ ഒരുപാട് റിസോഴ്സസ് ഞാൻ എന്റെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ യൂസ് ചെയ്താണ്. അവരുടെ വെബ്സൈറ്റിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ടാർഗറ്റ് 2.0 ഒറിജിനൽ ടാർഗറ്റ് വരുന്ന എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. DPP ജനറേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് DPP ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം ചെയ്താൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർഫോമൻസ് സ്നാപ്ഷോട്ട് ഉണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹൈ ഈൽഡ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബുക്ക് മാർക്കിംഗ് ടൂൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ സാധനം മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ റിവിസിറ്റ് ചെയ്യുമ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ടാർഗറ്റ് 2.0 ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി റിവിഷൻ പ്ലാനർ November 4th ലോഞ്ച് ചെയ്തു. വീക്കിലി 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ടോപ്പിക് തീർക്കും. പിന്നെ ഞങ്ങൾ മെന്റേഴ്സ് ആയിട്ട് വരുന്നത് മെഡിക്കൽ കോളേജിലെ ടോപ്പേഴ്സ് ആയിരിക്കും. മെന്റർഷിപ്പ് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, തമിഴ് ആൻഡ് മറാഠി എന്നീ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാം സപ്പോർട്ട് ഉണ്ട്. ഡൗട്ട് ക്ലിയറിംഗിനായിട്ട് സൂം മീറ്റിംഗ് വീക്കെൻഡിൽ അവർ കണ്ടക്ട് ചെയ്യും. ഓൾറെഡി ടാർഗറ്റ് ബാച്ചിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 499 rupees നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 3798 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എല്ലാ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഡിസ്കൗണ്ടിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നീറ്റ് ക്രാക്ക്. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യണം. വിത്തിൻ 3 മണിക്കൂറിനുള്ളിൽ ക്ലാസ് കേട്ട് തീർക്കണം. എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതരാം. 2 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. 3 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കുന്ന കാര്യം നിങ്ങൾക്ക് നോട്ടൊക്കെ എഴുതണല്ലോ. 3 മണിക്കൂറൊക്കെ എടുക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ കണ്ടു തീർക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ദെൻ ഇൻ കേസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ കെമിസ്ട്രി ക്ലാസ് ആണ് നിങ്ങൾ ഇന്ന് വാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടു. ഞാൻ ഇപ്പോൾ ക്ലാസ് കണ്ടു. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 10 മണി PM ആണ്. 10 മണിക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞു.
10 മണിക്ക് കണ്ടു കഴിഞ്ഞാൽ 10 മണി മുതൽ 10:15 വരെ ഒരു കുറച്ച് റെസ്റ്റ് എടുക്കും, ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. പിന്നെ 10:15 മുതൽ 11:15 വരെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യായിരിക്കും. ഡു പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി, ഡു മാക്സിമം PYQs എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് കേട്ടാൽ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് ഓർമ്മ ഉണ്ടാവും. അത് മറക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ലോങ് ടേം മെമ്മറിയിലായിട്ട് സേവ് ചെയ്യും. ഓക്കെ. പിന്നെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ഡു ഡ്യൂറിങ് നൈറ്റ്. അതായത് ഓർഗാനിക്കോ ഇൻഓർഗാനിക്കിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ക്ലാസ് കേട്ടു, ഇന്ന് ഞാൻ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് രാവിലെ ക്ലാസ് കേട്ടു. പിന്നെ നൈറ്റിൽ പഠിക്കാനിരിക്കുമ്പോൾ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആ നേരത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്താലും വലിയൊരു സീൻ വരുന്നില്ല, കാര്യം മറന്നു പോകാൻ ചാൻസ് കുറവാണ്. ഹൗ ടു പ്ലാൻ മന്ത്ലി. മന്ത്ലി എങ്ങനെ പ്ലാൻ ചെയ്യും? യെസ്, ഡെഫിനറ്റ്ലി വീക്ക്ലി പ്ലാനർ കണ്ടു, മന്ത്ലി പ്ലാൻ. അതായത് വീക്കില് ഒരു വീക്കിൽ എന്തൊക്കെ നമ്മൾ സെറ്റ് ആക്കി എന്നുള്ളത്, അതായത് മന്ത്ലി പ്ലാൻ. വീക്കിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ്, പഠിക്കണം എന്നുള്ളതല്ല. മന്ത്ലി പ്ലാൻ അതായത് പഠിച്ചു എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എത്രത്തോളം ക്ലാസ്സസ് നമ്മൾ വാച്ച് ചെയ്തു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡൺ ആണ്, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ് എന്നുള്ളത്. അത് നിങ്ങൾ ഈ ടേബിൾ നോക്കണ്ട. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തു, ടൈം സ്പെൻഡ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു, എത്രത്തോളം പെൻഡിങ് ടോപ്പിക്സ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പെൻഡിങ് ടോപ്പിക്കിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ പെൻഡിങ് ടോപ്പിക് പെട്ടെന്ന് കവർ ചെയ്യേണ്ടി വരും. സോ ഇത് നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഇൻഡയറക്ട്ലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി. പിന്നെ മന്ത്ലി എക്സാം സ്കോർ കമ്പാരിസൺ. അതായത് മന്ത്ലി എക്സാം സ്കോർ കമ്പയർ ചെയ്യണം. അതായത് മന്ത്ലി എക്സാം സ്കോർ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി നിങ്ങൾക്ക് എക്സാം ഉണ്ട്, വീക്ക്ലി എക്സാം അല്ല, മന്ത്ലി എക്സാം. അപ്പോൾ കഴിഞ്ഞ മന്തിൽ നിങ്ങൾക്ക് ഏതിലൊക്കെ ഫുൾ ടോപ്പിക് GIBയോ അല്ലെങ്കിൽ ഏതിലൊക്കെ എക്സാം വരുമ്പോൾ അതിന് ഇപ്പോൾ 200 മാർക്കാണെന്നുണ്ടെങ്കിൽ ഈ മന്തിൽ 400 മാർക്ക് വന്ന് അത്രയും നിങ്ങൾ ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. അതായത് 100% നിങ്ങൾ ഇമ്പ്രൂവ് ആയി, അത്രയും സെറ്റായി. സോ അങ്ങനെ നിങ്ങൾ മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യണം. പിന്നെ ടേക്ക് സ്ക്രീൻഷോട്ട് ഓഫ് ആൾ ദ ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ആൻഡ് സേവ് ഫോർ ലേറ്റർ. ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും, അപ്പൊ അതിന്റെ എല്ലാ സ്ക്രീൻഷോട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്ത് വെക്കുക. അത് വേറെ സെപ്പറേറ്റ് ബുക്കിൽ എഴുതാനുള്ള ടൈം ഒരിക്കലും നിൽക്കില്ല. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് സേവ് ആക്കി വെച്ചാൽ, ഗൂഗിൾ ഫോട്ടോസിലൊക്കെ സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ, പിന്നെ ലാസ്റ്റ് ടൈമിൽ റിവൈസ് ദിസ്, അതായത് ലാസ്റ്റ് ടൈമിൽ റിവിഷന് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ ചോദിച്ചാൽ, അതായത് എല്ലാ വീക്കിലും ഒരു മാസം നിങ്ങൾ റിവൈസ് ചെയ്യണം. എല്ലാ വീക്കിലും ഈ കാര്യങ്ങൾ തെറ്റിപ്പോയ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാ വീക്കിലും നിങ്ങൾ റിവൈസ് ചെയ്യാം. പിന്നെ അടുത്ത മാസം 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ റിവൈസ് ചെയ്യാം. പിന്നെ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ. ലാസ്റ്റ് 2 മന്ത് പ്ലാൻ ഒക്കെ സെറ്റായി. ലാസ്റ്റ് 2 മാസം ആണ് നിങ്ങൾ എക്സാംസ് നിങ്ങൾക്ക് എഴുതേണ്ട സമയം. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ലാസ്റ്റ് 1 മാസം എക്സാം എഴുതിയാൽ മതി. കാര്യം ബാക്കിയുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് ടോപ്പിക് കവർ ചെയ്യേണ്ടി വരും. റൈറ്റ് ആൾ ദി മോഡൽ എക്സാം യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന എല്ലാ എക്സാംസും നിങ്ങൾ എഴുതുക. കാര്യം ഞാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇംപ്രൂവ് ആകുന്നത്. ലാസ്റ്റ് 1 മന്ത് റൈറ്റ് ഫുൾ ടോപ്പിക് എക്സാം. ലാസ്റ്റത്തെ 1 മാസം ഫുൾ ടോപ്പിക് എക്സാംസ് എഴുതുക. അതായത് ലാസ്റ്റത്തെ 1 മാസം, ഫസ്റ്റത്തെ 1 മന്ത് എങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് ആയിരിക്കും? ഒരിക്കലുമല്ല, നിങ്ങൾക്ക് മോഡൽ ആയിരിക്കും, ചാപ്റ്റർ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 1 മന്ത് ഫുൾ ടോപ്പിക് എക്സാംസ്. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ട് എനിക്ക് കമന്റ് വഴി, വാട്സപ്പ് വഴി, ഇൻസ്റ്റ വഴിയൊക്കെ കിട്ടിയതാണ്, എത്രത്തോളം ഫുൾ ടോപ്പിക് എക്സാം ലാസ്റ്റ് 1 മന്തിൽ എഴുതണം. അപ്പൊ എന്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോ ലെവലൊന്നുമല്ല, ഒരു മീഡിയം, അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ 15 ഫുൾ ടോപ്പിക് എഴുതിയാൽ മതി. 30 ഡേയ്സിനുള്ളിൽ 1.5 ഇട്ടിട്ട് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, കുറച്ചൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ 30 ഡെയിലി ഒരു മോക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഡെയിലി ഒരു മോക്ക് എഴുതാം. പിന്നെ എക്സാം ഒന്നുമല്ല, ഇതൊക്കെ എന്തെന്ന് പറയുന്നവർക്ക് ഡെയിലി 2 മോക്കോ 3 മോക്കൊക്കെ എഴുതാം. ഓക്കെ. പിന്നെ റിവിഷൻ സ്ട്രാറ്റജി. റിവിഷൻ എങ്ങനെ കൊണ്ടുപോകണം? ലാസ്റ്റ് ടൈമിൽ റിവിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. റിവിഷൻ എങ്ങനെ കൊണ്ടുപോകണം? സ്റ്റാർട്ട് ടുഡേ. നിങ്ങൾ എന്നാണ് ക്ലാസ് ഈ വീഡിയോ കാണുന്നത് അന്ന് തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി 30 മിനിറ്റ് റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഫോർ കെമിസ്ട്രി. ഓക്കെ. അതായത് ഇൻ ടോട്ടൽ അല്ല, കെമിസ്ട്രിക്കായിട്ട് നിങ്ങൾ 30 മിനിറ്റ് ഇനി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും. ഇപ്പൊ റിവിഷനൊക്കെയുള്ള ടൈമാണ്. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം. കാര്യം ഇക്വേഷൻസ് ആണ് റിവിഷൻ. ജസ്റ്റ് ഇക്വേഷൻസ് ഓടിച്ചു വിടുക. ഒരു പെർ ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചാപ്റ്റർ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർക്കുക. ഓർഗാനിക് ആണ് എന്നുണ്ടെങ്കിൽ NCERT തുറക്കുക, NCERTയിലുള്ള റിയാക്ഷൻസ് ഒറ്റ നോട്ടത്തിൽ തീർക്കുക. അത് 10 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റും, പെട്ടെന്ന് തീർക്കുക. അത് മതി. അതൊരു പെട്ടെന്ന്, അതായത് റിവിഷൻ പറഞ്ഞാൽ എല്ലാവരും വായിച്ചു നോക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി വരും. ജസ്റ്റ് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി, ലാസ്റ്റ് ടൈമിൽ ഒരു ബർഡൻ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇൻഓർഗാനിക് ആകുമ്പോൾ ഹൈലൈറ്റഡ് +2 ഹൈലൈറ്റ് ചെയ്ത NCERT ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു തവണ റീഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒരു തവണയും കൂടി വായിക്കുക. ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാം. കണ്ടിന്യൂ ടിൽ മോഡൽ എക്സാം വരെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. മോഡൽ എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ അതൊരു റിവിഷൻ ആണല്ലോ ആൾറെഡി. ഓക്കെ. പിന്നെ 4 മന്ത് പ്ലാൻ ഫോർ ദോസ് ഹു നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്.
അതായത് പഠിച്ച് തുടങ്ങാത്തൊരു വലിയ പ്ലാനറാണ്. ഈ പ്ലാനറിൽ മറ്റേ ഡിലീറ്റ് ടോപ്പിക് ഉണ്ടാവും. ഞാൻ അവോയ്ഡ് ഡിലീറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ടോപ്പിക് ഉണ്ടാവും. അപ്പോ എന്താ വെച്ചാൽ ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഡിലീറ്റ് ടോപ്പിക് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഡിലീറ്റ് ടോപ്പിക് ഒഴിവാക്കുക. അത് വളരെ സിമ്പിൾ ആണ്. അല്ലേ, ഡിലീറ്റ് ടോപ്പിക് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിപ്പോ പ്ലസ് ടുത്തെ ഏത് ചാപ്റ്റർ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫിസിക്കൽ കെമിസ്ട്രി, ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് വേണ്ട, അത് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ആക്കുക. ഞാൻ ഏതായാലും ഇപ്പൊ ഡിലീറ്റ് ടോപ്പിക് ഉണ്ടെങ്കിൽ ജസ്റ്റ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ, ബാക്കി ടോപ്പിക്ക് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, സോ ഇത് 4 മാസത്തേക്കുള്ള, അതായത് മന്ത് 4 വരെയുള്ള ടോപ്പിക്കാണ്. പിന്നെ ലാസ്റ്റ് 1 മന്ത് എക്സാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പഠിച്ചു തുടങ്ങാത്തവർക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ഒരു പ്ലാൻ വഴി ക്ലാസ്സസ്, ഇപ്പൊ ഇതിന്റെ ക്ലാസ്സസ് അവിടെ നിന്ന് കിട്ടും. ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇത് ഫോളോ ചെയ്യുക, ക്ലാസ് ഫോളോ ചെയ്യുക. പക്ഷേ ഷെഡ്യൂൾ ഇത് ഫോളോ ചെയ്താലും മതിയാകും. അല്ലാതെ നിങ്ങൾ പുതിയ പ്ലാൻ നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും കിട്ടാത്തവർക്ക്, ഒരു പ്ലാനും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്താണ്. കാരണം ഒരുപാട് പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. റെഡി, സെപ്പറേറ്റ് മെത്തേഡ് ഫോർ ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ. സെപ്പറേറ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. റെഡി, ഓർഗാനിക് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ പഠിക്കും? യെസ്, ഡെഫിനറ്റ്ലി ഓർഗാനിക് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു നോ, യു ഹാവ് ടു സ്റ്റഡി നെയിമിങ്, ഓർഗാനിക് നെയിമിങ്. എങ്ങനെ, ഹൗ ടു സ്റ്റഡി ഓർഗാനിക് നെയിമിങ്, അത് നിങ്ങൾ ക്ലാസ് കേൾക്കുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്ലാസ് യു ജസ്റ്റ് റീഡ് ദ notes that you written in your lecture. Then എന്ത് ചെയ്യാം, യെസ്, നെയിമിംഗ് പഠിച്ചു. പിന്നെ പഠിക്കാൻ തന്നെ യു ഹാവ് ടു സ്റ്റഡി റിയാക്ഷൻ മെക്കാനിസം. നെയിമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് റിയാക്ഷൻ മെക്കാനിസം ആയിരിക്കും. ഹൗ ടു സ്റ്റഡി റിയാക്ഷൻ മെക്കാനിസം, എങ്ങനെ റിയാക്ഷൻ മെക്കാനിസം പഠിക്കും? നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം എഴുതി തന്നെ പഠിക്കുക. CH2 CH2 CH3 അല്ലെ, ഓക്കെ, ഇത് പിന്നെ CH2 CH3 CH3 ഇങ്ങനെ ആയിക്കോട്ടെ, വേണ്ട. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കാർബോ കാറ്റയോൺ ഫോർമേഷൻ, ഇത് മോർ സ്റ്റേബിൾ ആണ്, ഒക്കെ നിങ്ങൾ പഠിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. എഴുതിയിട്ട് പഠിച്ചാലുള്ള ഇത് പെട്ടെന്ന് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് റീഅറേഞ്ച്മെന്റുകൾ ഉണ്ട്. ഇപ്പോൾ ഈ ഓക്സിജന്റെ ഒരു ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ റിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. റിംഗിലൂടെ ഈ എന്ത് പോവും, ഈ സാധനങ്ങൾ ഇങ്ങനെ പോവും, മറ്റേ നമ്മളെ ഇലക്ട്രോൺസ്. അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പൊ ഇവിടെ CL മൈനസ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിച്ചാലേ അത് റെഡി ആക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നെയിമിങ് പഠിച്ചു കഴിഞ്ഞു. ഡെഫിനറ്റ്ലി നിങ്ങൾ പിന്നെ അതിനുശേഷം ഹൈഡ്രോ കാർബൺ, നെയിമിങ് പഠിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബണിൽ എടുക്കുന്ന എല്ലാ എക്സ്ട്രാസും പഠിക്കുക. എക്സ്ട്രാസ് എടുക്കുന്നത് എന്തായിരിക്കും, പ്ലസ് 2 ടോപ്പിക് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് റെഡിയാവും. ഏകദേശം ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 85% ഓഫ് ഓർഗാനിക് ഓവർ എന്നാണ്. പിന്നെ ഉള്ളത് പ്ലസ് 2 ടോപ്പിക്കാണ്. പ്ലസ് 2 ടോപ്പിക്ക് 15% ഉള്ളൂ. ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം 85% ഓഫ് ഓർഗാനിക് സെറ്റ് ആണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതാക്കും. എനിക്ക് കെമിസ്ട്രി ഏറ്റവും സിമ്പിൾ ഓർഗാനിക് ആയിരുന്നു, ഫുൾ മാർക്ക് ആയിരുന്നു ഓർഗാനിക്കിൽ. പിന്നെ റീഡ് NCERT, അതായത് ഓർഗാനിക്കിന്റെ കേസ് ആണെങ്കിൽ ഒരു തവണ NCERT റീഡ് ചെയ്യുക, പിന്നെ അപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാര്യം റിവൈസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഫ്രം മെറ്റീരിയൽ. നിങ്ങൾക്ക് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ മെറ്റീരിയൽസ് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓർഗാനിക്കിന്റെ കേസാണ് പറയുന്നത്. ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രീവിയസ് ഇയറിൽ ഔട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ചെയ്യാം. ഓക്കെ, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സിനെ പോലെ പഠിക്കുക. ഒരുപാട് PYQs ആണ് ചെയ്യേണ്ടത്. ഇക്വേഷൻ ബുക്ക് നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി ടൈം ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾ മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് യൂസ് ചെയ്താൽ മതി. NCERT നോട്ട് മസ്റ്റ്. NCERT റീഡ് ചെയ്യാൻ നിർബന്ധമല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഇൻഓർഗാനിക് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റീഡ് NCERT. ലൈക്ക് ബയോ, NCERT ആണ് മെയിൻ ഫോക്കസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്ന എവിടുന്ന് കിട്ടും. ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ഇൻഓർഗാനിക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തോളൂ. എങ്ങനെ മൊബൈൽ വഴി നിങ്ങൾക്ക് ഒരുപാട് ഇന്റർനെറ്റിൽ കിട്ടും. ഓക്കെ, ഫിസിക്കൽ അല്ലോ, ഇൻഓർഗാനിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ പോരാ. ബയോനെ പോലെ പഠിക്കുക. അതായത് മെയിൻ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് നിങ്ങൾ പഠിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിൽ എന്തെങ്കിലും കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, തെറ്റിപ്പോയ കാര്യങ്ങൾ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ വായിക്കും, ടെക്സ്റ്റ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ റൈറ്റിംഗ്സ് ആയിരിക്കും ടെക്സ്റ്റിന്റെ സൈഡിൽ. ഇപ്പൊ ഇൻഓർഗാനിക് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് സൈഡിൽ എഴുതി. ആ ലൈൻ ചിലപ്പോൾ ഈ ലൈനത്തെ ഒരു കാര്യമായിരിക്കും. അതിന്റെ എന്തെങ്കിലും കാര്യം സൈഡിൽ തന്നെ എഴുതി ക്വസ്റ്റിനും ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനും ആൻസറും കിട്ടും. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതൊക്കെ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പറഞ്ഞ പോലെ പഠിക്കുക. ഞാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞാൽ
ലാസ്റ്റ് 5 months 150 days നിങ്ങളെ കയ്യിലുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. യാതൊരു സംശയം വേണ്ട. കെമിസ്ട്രി പ്ലാനർ ചോദിച്ചവർക്ക് കെമിസ്ട്രി പ്ലാനർ നമ്മൾ തന്നു. ഇനി ബയോ പ്ലാനർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ബയോ പ്ലാനർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.